സൂത്രം. മുട്ട ഒളിപ്പിക്കാൻ കുഴിച്ചപ്പോ ഒരു പാത്രം കിട്ടി. ഇത് വളരെ പഴയതാണല്ലോ. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനോ മറ്റോ ഉപയോഗിച്ചതാ. ഇത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? പാത്രം എറിഞ്ഞു പിടിക്കുന്ന കളിയാണോ? അതല്ലടോ, ഇത് പുരാതനമായ പാത്രമാണെന്ന് പറഞ്ഞ് വിൽക്കാം. പഴയ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്, നല്ല വില കിട്ടും. വളരെ പഴയതാ, ഒട്ടേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാത്രമാണ്. അതെ അതെ, ഞാനാ കുഴിച്ചെടുത്ത് വിളിച്ചുണർത്തിയത്. പുരാതന 10 ഇറച്ചിക്കഷ്ണം തന്നാൽ പാത്രം തരാം. കാലയ്ക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാവുന്നതാ. ഇനിയും പോയി കുഴിക്കണോ? താൻ വേണ്ട, അതിന് തൊഴിലാളികളെ കണ്ടുപിടി. നമുക്ക് മേൽനോട്ടം മാത്രം മതി. ഇറച്ചി തിന്നാത്തവര് മതി, അല്ലെങ്കിൽ വിറ്റ് കിട്ടുന്നതിൽ പങ്ക് വയ്ക്കേണ്ടി വരും. കുഴിക്കണം, കുഴിച്ച് എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുവരണം. വരാം. ആ വന്നല്ലോ. വല്ലതും കിട്ടിയോ? വല്ലതും കിട്ടിയില്ല, അത് പറയാവുന്നതാ. പോയി ഇനിയും കുഴിക്കണോ? കിട്ടിയിട്ടില്ല, അത് പറയാമെന്നതാ. അത് പറയാനായിട്ട് ഇനി വരണ്ട, പോയി കുഴിക്ക്. ചേടാ, ബിസിനസ് പൊളിയുന്നു. ദേ, ആ കുഴിക്കഴുത പിന്നെയും വരുന്നു. കിട്ടി, മിടുക്ക. ഇനി നിനക്ക് 2 മിനിറ്റ് വിശ്രമിക്കാം. 150 വർഷത്തെ പഴക്കമെങ്കിലും കാണും. 20 ഇറച്ചിക്കഷ്ണം തന്നാൽ മതി. എന്താടോ? പാത്രം വേണം. പാത്രം അതൊന്നും നീ അന്വേഷിക്കണ്ട. അപ്പോ ഞാനല്ല, അമ്മയെ അന്വേഷിച്ചത്. അമ്മയോ? ഭൂമി കുഴിച്ച് കിട്ടിയ പാത്രം എന്തിനാ അമ്മയ്ക്ക്? ഭൂമി കുഴിച്ച് കിട്ടിയത് വെള്ളമാ, അതിങ്ങോട്ട് കൊണ്ടുവരാനാ അമ്മ പാത്രം തന്നത്.